മക്കളെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടെക്നിക്ക് ഉപയോഗിച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെ സബ് ഷെൽ കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞു. ഹയസ്റ്റ് ഷെൽ അവർ തന്നിട്ടുണ്ട്. പീരീഡ് നമ്പർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പീരീഡ് നമ്പർ ആദ്യം പീരീഡ് നമ്പർ കണ്ടുക. ഹയസ്റ്റ് ഷെൽ നമ്പർ ഏതാണോ അത് തന്നെയാണ് എന്ത് ചെയ്യുക പീരീഡ് നമ്പറും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇത് 2 ആണ് തന്നത്, ഇവിടെ 3 ആണ് തന്നത്, ഇവിടെ 4 ആണ് തന്നത്. അപ്പോൾ ആ ഒരു ജോലി കഴിഞ്ഞു. ഹയസ്റ്റ് ഷെല്ലിന്റെ നമ്പർ തന്നെയായിരിക്കും എന്ത് ചെയ്യുക പീരീഡ് നമ്പറും, അത് കഴിഞ്ഞു. ഇനി ഷെൽ കോൺഫിഗറേഷൻ എന്നതിന് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കാർബൺ അറ്റോമിക് നമ്പർ 6 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2 ആണെന്ന് അറിയാലോ. സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്. 1s2 2s2 2p6 3s1 ആണെന്ന് അറിയാലോ. ക്ലിയർ അല്ലേ? സ്കാൻഡിയം 21 ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇനേർട്ട് ഗ്യാസ്, നിയറസ്റ്റ് ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ വെച്ച് ചെയ്താൽ നിയറസ്റ്റ് ഇനേർട്ട് ഗ്യാസ് കോൺഫിഗറേഷൻ ആരാ, ഇനേർട്ട് ഗ്യാസ് ആരാ, ആർഗൺ ആണ് അല്ലേ. ആർഗൺ അറ്റോമിക് നമ്പർ 18 ആണ്. 18. സോ ആർഗൺ എഴുതുക, എന്നിട്ട് 4s2 3d1 എന്ന് എഴുതിയാൽ മതി. ഓക്കെ.